ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുകയാണ്. സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. അപ്പോ വൈദിക വിചാരം പരമ്പരയിലെ ദൈവിക വിചാരങ്ങൾക്കുള്ളിലെ പള്ളിലച്ചനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് വൈദിക ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന അച്ഛന്മാരെല്ലാവരും ഒരുപാട് സന്തോഷത്തോടുകൂടെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ചാണ്. അതെ, സെമിനാരി ജീവിതം 12 വർഷം. അരെ വാ! അതെ, അത് ചെറുപ്പ കാലഘട്ടത്തിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. സുവർണ ലിപികളിൽ എഴുതി വെക്കാം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം. കുറ്റം പറച്ചികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, കുറവുകളുണ്ടെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച, നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് ജീവിച്ച ഒരു കാലഘട്ടം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന അച്ഛന്മാർക്കും ചിലപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ അച്ഛനൊക്കെ ആയി കഴിഞ്ഞ് ഈ ഇടക്കാലഘട്ടം കൊണ്ട് വന്ന ഒരു ട്രെൻഡ് മാറ്റത്തിൽ നമ്മുടെ കൂട്ടത്തിലെ 1-2 വൈദികർക്കൊക്കെ വന്നുപോയ വീഴ്ചകളിൽ ആയിരക്കണക്കിനോളം വൈദികരും സ്വന്തം വീടും നാടും ഒക്കെ വിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവനും ജീവിതമൊക്കെ സമർപ്പിച്ച് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലെ നന്മയെ മനസ്സിലാക്കാതെ കുർബാന തൊഴിലാളികളെന്നും വെള്ള നൈറ്റിക്കാരെന്നൊക്കെ വിളിച്ച് നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ അച്ഛൻ വിഭാഗത്തെ മുഴുവൻ നെറുകെട്ടവരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നമ്മളെ അവഹേളിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ടല്ലേ? അച്ഛന്മാർക്ക് മാത്രമല്ലാന്നേ, ഈ പോഡ്കാസ്റ്റിലൂടെ എന്നെ കേൾക്കുന്ന ഒരുപാട് വൈദിക വിദ്യാർത്ഥികൾക്കും ഇനി ചിലപ്പോൾ അടുത്ത വർഷങ്ങളിൽ സെമിനാരിയിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിഷമങ്ങൾ തോന്നും. സ്വാഭാവികം. ചിലപ്പോൾ ചില സംശയങ്ങളും ഉണ്ടായേക്കാം. ഈ ജീവിതം എനിക്ക് വേണോ? വൈദിക ജീവിതത്തിന്റെ വിലയൊക്കെ കുറഞ്ഞു തുടങ്ങിയോ? തിരിച്ചു പോണോ? ആരോ പറഞ്ഞു കേട്ടതുപോലെ അച്ഛനാകാൻ എളുപ്പമാണ്, 12 വർഷം മതി. പക്ഷേ അച്ഛനായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇൻട്രൊഡക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ കേട്ട നമ്മൾക്കുള്ളിലെ സംശയങ്ങൾക്കും വിഷമങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും ഒപ്പം കഴിഞ്ഞ കാലഘട്ടത്തിലെ നമ്മുടെ ദൈവവിളിയെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളുമാണ്. വൈദിക വിചാരം എന്ന ഈ പോഡ്കാസ്റ്റിൽ പള്ളിലച്ചൻ എന്ന പുസ്തകത്തിലൂടെ ബഹുമാനപ്പെട്ട വിൻസെന്റ് വാര്യത്തച്ഛൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ചിന്തിക്കാനും മനനം ചെയ്യാനും ഊർജ്ജമാർജിക്കാനും ഈ വാക്കുകളൊക്കെ ധാരാളം മതി. നീട്ടുന്നില്ല. പള്ളിലച്ചൻ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത് അമ്മ വീടിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രൂപത തറവാടാണെങ്കിൽ സെമിനാരി അമ്മ വീടാണ്. അതെ, ഹോം ഓഫ് ലവ്. അവിടുത്തെ സെമിനാരി വിശേഷങ്ങൾ ഒരു ധ്യാനം പോലെ നമുക്ക് കേൾക്കാം. യെസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ സെമിനാരി ഡയറീസ്. അതെ, കരുത്താർന്നൊരു അകത്തോന്നലിന്റെ പേരാണ് ദൈവവിളി. തോന്നൽ എന്ന് കുറിക്കുമ്പോൾ വെറും മാനുഷികവും നൈമിഷികവുമായ വിഭ്രാന്തിയാണിതെന്ന് കരുതരുത്. ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു തോന്നലിന് വിത്തിടുന്നത് ദൈവം തന്നെയാണ്. ഏതു വിശുദ്ധമായൊരു നിയോഗത്തിന്റെ ഒറ്റയടി പാതയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരാൻ ഒരാൾക്ക് ക്ഷണം ലഭിക്കുകയാണ്. ഈ ക്ഷണത്തിന്റെ മാനദണ്ഡം ക്ഷണിക്കപ്പെട്ടവന്റെ യോഗ്യതയും അയോഗ്യതയൊന്നും അല്ല. ഒരുപോലെ യോഗ്യതയും ഒരുപോലെ അയോഗ്യതയുമുള്ള ഒരു സാധാരണ മനുഷ്യനെ ദൈവത്തിന് അവിടുത്തേതായ ചില കാരണങ്ങളാൽ വിളിക്കുവാൻ തോന്നുന്നു. ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അയാൾ ദൈവ വഴിയിലേക്ക് വരുന്നു. പുറത്തു മാത്രം നിൽക്കുന്ന ഒരാൾക്ക് ഈ അകത്തളങ്ങളിലെ കാര്യങ്ങളിലെ പൊരുൾ മനസ്സിലാക്കുവാൻ സാധ്യതയില്ല. അകത്തളങ്ങളിലേക്ക് ഉൾവട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് മാത്രം തിരിച്ചറിയാവുന്ന വിശുദ്ധ നിയോഗങ്ങളുടെ ചില കഥകളുണ്ട്. അതെ, വൊക്കേഷൻ ഈസ് ആൻ ഇൻസൈഡ് റെസ്പോൺസ് ടു ആൻ ഇൻസൈഡ് ഇൻവിറ്റേഷൻ ഇൻ ആൻ ഇൻസൈഡ് വേൾഡ്. അത് കലക്കി. ഇതിൽ കൂടുതൽ എന്ത് അർത്ഥയുക്തമായ ഡെഫിനിഷനാണ് ദൈവവിളിയെക്കുറിച്ച് പറയാനുള്ളത്? ഇനി ദൈവത്തിന്റെ വെളിച്ചപ്പാടിനെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ തീർക്കുന്ന വെളിപാടുകളുടെ വെട്ടമുള്ള വീടിനെ നാം സെമിനാരി എന്ന് വിളിക്കുന്നു. സെമിനാരിയം എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം തന്നെ ധ്യാനത്തിലേക്ക് ഒരാളെ നയിക്കേണ്ടതാണ്. വിത്തിടം, സീഡ് പ്ലോട്ട് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ദൈവദർശനത്തിന്റെ വിത്ത് ഉള്ളിലേന്തിയ ഒരാൾ ഈ വിത്തിടത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. അവിടെ അയാൾ അലിഞ്ഞലിഞ്ഞ് അഴിഞ്ഞഴിഞ്ഞില്ലാതായി പതുക്കെ പതുക്കെ ദൈവത്തിന്റെ സ്വന്തമായി കിളിർത്ത് തളിർത്ത് വളർന്നു വരണം. ഒരു മൈനർ സെമിനാരിലെ മോട്ടോയായി ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുക ബിക്കമിങ് ക്രൈസ്റ്റ് എന്നാണ്. ഏത് സെമിനാരിലും സംഭവിക്കേണ്ടത് അത് തന്നെയാണ്. ഒരുവൻ കർത്താവായി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട ഇടമാണ് സെമിനാരി. ഈ സെമിനാരി ചേരുന്ന ഒരാൾ പൂർണ്ണ ബോധ്യങ്ങളും ഒരിക്കലും പതറാത്ത ആഗ്രഹങ്ങളും ഒരിക്കലും തളരാത്ത ഇച്ഛാശക്തിയുമുള്ള ആളാകണമെന്നേ ഇല്ല. സംശയങ്ങളുടെ കാറ്റ് തലങ്ങും വിലങ്ങുമൊക്കെ അടിച്ച് ആളുടെ വിശ്വാസത്തിന് നാളം പോലും കെട്ടണയാം. അയാളുടെ മാംസത്തിന്റെ ആഗ്രഹങ്ങളുടെ തെറ്റുകളുടെയൊക്കെ ഒച്ച അകത്തുള്ള ദൈവത്തിന്റെ നേർത്ത സ്വരത്തേക്കാൾ കനമച്ചു തുടങ്ങുമ്പോൾ അയാൾ തെറ്റുകളുടെ രാജപാതയിലേക്ക് ചിലപ്പോൾ തെന്നി നടന്നെന്ന് വരാം. അയാൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് പോലും അയാൾക്ക് സംശയങ്ങൾ വരാം. പിന്നെ സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും സ്വന്തം ദൗർബല്യങ്ങളെ കുറിച്ചുള്ള നിരാശതകളുടെയും ഇരുണ്ട രാത്രികളിലൂടെയൊക്കെ അയാൾ ഒറ്റയ്ക്ക് നടന്നു നീങ്ങിയെന്നും വരാം. ഈ ഇരുണ്ട രാത്രികൾക്കും യാത്രകൾക്കും ഒക്കെ ശേഷം പന്നിക്കുഴിയിലെ ധൂർത്തപുത്രനുണ്ടായ ആ സ്വബോധം പോലെ ഒരിക്കൽ ദൈവം അദ്ദേഹത്തെയും തട്ടി ഉണർത്തും. ഈ ക്രിസ്തുവായി തീരുക എന്നും മറ്റും കവിത കുറിക്കാനൊക്കെ എളുപ്പമാണ്. എങ്കിലും ഒരു യുവാവിന് അത്രയ്ക്ക് എളുപ്പമല്ല തന്റെ മനസ്സിനോടും ഹൃദയത്തോടും ശരീരത്തോടും നിരന്തരം പടപൊരുതി മറ്റൊരാളായി രൂപാന്തരപ്പെടുക എന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസിന് അന്ത്യനാളുകളിൽ പറയാൻ സാധിച്ചു. എങ്കിലും തുടക്കത്തിൽ ക്രിസ്തുവിനെ കൈ കിട്ടിയില്ല എങ്കിലും ക്രിസ്തുവിന് എതിർവഴിയിൽ ഒരുപാട് നടന്നയാളാണ്
മാത്രമാണ്. അങ്ങനെ പാതി വഴിയിൽ ക്രിസ്തു തന്നെ അയാളെ തള്ളിത്താടിയിട്ട് അന്ധത മാറ്റി വെട്ടം പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ കണ്ടെത്തിയതാണ് ക്രിസ്തുവിന്റെ നടവഴി. അതിലൂടെ നടന്നിട്ടും എത്ര വട്ടം തെറ്റിക്കാണണം, എത്ര വട്ടം എതിർവഴിയിലേക്ക് മടങ്ങി കാണണം. പിന്നെ പതുക്കെ പതുക്കെ വീണ്ടും എഴുന്നേറ്റും തിരികെ നടന്നും അയാൾ ക്രിസ്തുവുമായി ഒന്നുചേരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴായിരിക്കും അയാൾ പറഞ്ഞത്, മരണം എനിക്ക് നേട്ടമാണ്, ക്രിസ്തുവാണ് എനിക്കല്ല. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പ്രഘോഷിക്കാൻ അയാൾക്ക് സാധിച്ചതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഇതുപോലെ ഒരു സെമിനാരിക്കാരന്റെ യാത്രയും അത്ര എളുപ്പമുള്ള ഒരു യാത്രയല്ല. കുശവന്റെ പണിപ്പുര എന്നൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെമിനാരിയെ വിളിക്കുക. ആ പണിപ്പുരയിൽ ദൈവത്താൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി താൻ നെഞ്ചോട് ചേർക്കുന്ന പലതും വിട്ടുകളയാനുള്ള ധൈര്യം ഒരു സെമിനാരിക്കാരൻ ഉണ്ടാകണമെന്ന് പാപ്പ കുറിച്ചു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു, ദൈവം നിന്റെ ജീവചരിത്രം എഴുതുവാൻ വേണ്ടി ദൈവത്തെ അനുവദിക്കലാണ് വിശുദ്ധി എന്ന്. അതെ, ഹോളിനെസ് മീൻസ് ലെറ്റിംഗ് ഗോഡ് ടു റൈറ്റ് ടു ഹിസ്റ്ററി. യെസ്, ദൈവം എന്റെ ചരിത്രം എഴുതുമ്പോൾ അത് രക്ഷാകര ചരിത്രമായി മാറും. അങ്ങനെ എന്റെ ചരിത്രം രക്ഷാകര ചരിത്രമായി മാറണമെന്നുണ്ടെങ്കിൽ എന്നിൽ തുള്ളിത്തുളുമ്പി നിൽക്കുന്ന ഞാൻ അപ്രത്യക്ഷമാകണം. ഈ ഞാനെന്ന ബോധം ചെത്തി ചിന്തി കളഞ്ഞ് അവസാനം എന്നിൽ ക്രിസ്തു മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഒരാൾ ദീർഘനാൾ സെമിനാരിയിൽ തുടരുന്നത്. ഇങ്ങനെ സെമിനാരി കാലത്തെക്കുറിച്ചും ഫോർമേഷനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ടെങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒന്നും ഒരു ജീവിതവും അത്ര നിസ്സാരമല്ല, വിലയില്ലാത്തതുമല്ല. ഇല്ലാതായി കഴിയുമ്പോഴേ ഇല്ലാതായി പോയതിന്റെയും നഷ്ടപ്പെട്ടതിന്റെയും ഒക്കെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സമർപ്പിത ജീവിതത്തിന്റെ വില നമ്മുടെ പൂർവികർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛന്മാരെയും സിസ്റ്റർമാരെയൊക്കെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്നൊക്കെ അവർ പറഞ്ഞും പറയാതെ പറഞ്ഞുമൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ച് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ മാതാപിതാക്കളും മുതിർന്നവരും സമൂഹവും ഒക്കെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളിലെ ശുശ്രൂഷകളുടെ ദൈവിക മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് അച്ഛനാകാനും സിസ്റ്റർ ആകാനും ഒക്കെ സമർപ്പിതർക്ക് ആഗ്രഹം തോന്നിയതും തലമുറകളിലൂടെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നതും. സമൂഹ നിർമ്മിതിക്കും സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനും സാമൂഹിക ആരോഗ്യത്തിനും കാലഘട്ടങ്ങളിലേക്ക് തനിക്ക് വേണ്ടി ജീവിക്കാതെ മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, അവരെ സ്നേഹിക്കാം. ഞങ്ങളിലെ നന്മകളെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങൾ വിലമതിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലമുറയെ തന്നെയാണ് രക്ഷിക്കുന്നതും കരുതി വയ്ക്കുന്നതും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഇന്നത്തെ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം അടുത്ത എപ്പിസോഡുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.